ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര ദർശനമാണ്. നമ്മുടെ എരുത്താവൂര് മുരുകക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ക്ഷേത്രത്തിലല്ല, ക്ഷേത്ര കവാടത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 420 പടികൾ കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലെത്താൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഓരോ പടികളും ഓരോ ആൾക്കാരുടെ സംഭാവനയാണ്. കയറുന്ന വഴിയിൽ തന്നെ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പൂജാ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഏകദേശം പകുതിയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഏകദേശം മുകളിലെത്തി. അപ്പോൾ നമ്മൾ റെസ്റ്റൊന്നും എടുത്തില്ല, നമ്മൾ നേരെ കയറി ഇങ്ങ് വന്നു. ഇത് ആ മുകളിലൊക്കെ എത്താറാകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. അവിടുത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. രാവിലെയൊക്കെ വരുമ്പോഴേ ഈ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെയൊക്കെ നേരത്തെ വന്നാൽ ഇതിൽ മനോഹരമായിരിക്കും. ഞങ്ങൾ തൊഴുത് പ്രസാദമൊക്കെ കഴിച്ചു. അപ്പോൾ അടുത്ത മാസം തൈപ്പൂയ കാവടിയാണ്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് ക്ഷേത്രത്തിൽ ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട്. ഭജനയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്, ഭജനയാണ്. ശ്രീ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ഭജന നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ സമാധി മണ്ഡപം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ പളനി എന്നാണ് നമ്മുടെ ഈ എരുത്താവൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെയാണ് കുട്ടികൾക്ക് തല മുണ്ടനം ചെയ്യുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും അവിടെ തന്നെയാണ് തല മുണ്ടനം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു, കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കുഞ്ഞു വാവയെ തല മുട്ടയടിച്ചിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നത് കണ്ടത്. കുഞ്ഞുവാവ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവരൊക്കെ ആശ്വസിപ്പിച്ചൊക്കെ സെറ്റ് ചെയ്തെടുക്കുവാണ്. പിന്നെ മെയിനായിട്ട് ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട്. ഭഗവാന് അർച്ചനയ്ക്ക് കൊണ്ടുവരുന്ന പഴങ്ങളും മറ്റുമൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയാണ് ആശാന്മാർ. ഒന്നും രണ്ടും ഒന്നുമല്ല, ശരിക്കും ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി വെടിവഴിപാടൊക്കെ കഴിപ്പിച്ചു. പിന്നെ ഇവിടെയാണ് സമാധി മണ്ഡപം. പിന്നെ അവിടെയൊക്കെ പോയി തൊഴുതു. ഇവർ ഈ പഴങ്ങൾ തട്ടിപ്പറിക്കുന്നത് മാത്രമല്ല, ഇവർക്ക് വേണ്ടിയിട്ട് പഴങ്ങൾ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അത് അവരവിടെ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. ചില കുരങ്ങന്മാർ ഈ പഴങ്ങളൊക്കെ എടുത്തുകൊണ്ട് മരത്തിലൊക്കെ കയറി പോകുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അത് തട്ടിപ്പറിക്കും. ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് എൻ്റെ ഫോണ് തന്നെ തിരിച്ച് കിട്ടിയത്. അവിടെ ഞാൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഇങ്ങനെ മതിലിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഒരു നിമിഷ നേരം കൊണ്ടാണ് അത് വന്ന് എടുക്കാൻ പോയത്. പെട്ടെന്ന് കയ്യിലെടുത്തതുകൊണ്ട് ഫോൺ തിരിച്ച് കിട്ടി. ഇല്ലെങ്കിൽ അതൊന്ന് കൊണ്ട് ഫോട്ടോ എടുത്ത് കളിച്ചതന്നെ. പിന്നെ വീണ്ടും ഇറങ്ങുന്ന വഴി വീണ്ടും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഇറങ്ങുന്ന വഴിയിലും ധാരാളം കുട്ടി കുരങ്ങന്മാരും വലിയ കുരങ്ങന്മാരും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ആരുടെ കയ്യിലാണോ കവറുള്ളത് ആ കവറിനെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. പിന്നെ അവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുന്നും മലയും മഞ്ഞും മേഘങ്ങളൊക്കെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. വളരെ മനോഹരമാണ്. ആ മഞ്ഞിങ്ങനെ മൂടി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം തണുപ്പിൻ്റെ മാസം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ പോകാത്തവർ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കോവിലിൽ പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാത്തവരും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ബായ്. ഒന്ന് പിടിച്ചോണ്ട് പോകുന്നു.